പരാതിയുമായി എത്തിയ പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്ന കേസിൽ മുൻ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് പി.ജി. മനു 64 ദിവസത്തിന് ശേഷം ഇന്ന് പോലീസിൽ കീഴടങ്ങിയിരിക്കുന്നു. 6 വർഷമായിട്ടും ഒരു പീഡന പരാതിയിൽ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് എന്ത് ചെയ്യണമെന്നറിയാതെയാണ് ഈ പെൺകുട്ടിയുടെ കുടുംബം അഡ്വക്കേറ്റ് പി.ജി. മനുവിനെ സമീപിക്കുന്നത്. തുടർന്ന് ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് ആരോപണം. ഈ കേസിലെ അതിജീവിത ദ ഫോർത്തിനോട് സംസാരിക്കുകയാണ്. ഈ സംഭവങ്ങൾ എങ്ങനെയാ തുടങ്ങുന്നതെന്ന് മോളൊന്ന് പറയാമോ? എനിക്ക് 2018 ഒരു കേസ് ഉണ്ടായിരുന്നു. അത് എൻ്റെ ഫോട്ടോസ് ഒരാൾ ലൂട്ട് ചെയ്തതായിരുന്നു. എൻ്റെ ഫോണിൽ നിന്ന് പ്രൈവറ്റ് ഫോട്ടോസ് എടുത്തിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി. അപ്പം ഈ കേസ് 6 ഇയേഴ്സ് ആയിട്ട് തീരുന്നില്ല. അപ്പം അതെന്ത് ചെയ്യുമെന്നറിയാതെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് അന്നത്തെ എൻ്റെ കേസ് അന്വേഷിച്ച ആളാണ് ഒരു രാജേഷ് എന്ന് പറയുന്ന സാറ്. അപ്പം സാറിൻ്റെ നമ്പർ മമ്മിയുടെ ഫോണിലുണ്ടായിരുന്നു. എന്നിട്ട് മമ്മി ആ നമ്പറിൽ വിളിച്ചിട്ട് ചോദിച്ചു, സാറേ ഇതൊന്നും ആയിട്ടില്ലല്ലോ, 6 കൊല്ലമായി, അപ്പം ആരെയാ കാണണ്ടേ, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു ഇങ്ങനെ ഒരു ഗവൺമെൻറ് പ്ലീഡറിനെ കാണണം, എനിക്ക് പരിചയമുള്ള ആളാണ്, പി.ജി. മനു എന്ന പേര്, ആളുടെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ആളുടെ അടുത്ത് ഒക്ടോബർ 8-ാം തീയതിയാണ് മമ്മിയും ഡാഡിയും കൂടെ പോകുന്നത്. അന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, അയ്യോ ഇത് ഇത്രയായിട്ടും തീർന്നില്ലേ, നമുക്കിത് തീർക്കാൻ പറ്റും, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഹെൽപ്പ് ചെയ്യാം, മോളെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒക്ടോബർ 9-ന് സാറിൻ്റെ ഓഫീസിൽ ഞങ്ങൾ ചെന്നു. ഞങ്ങൾ 3 പേരും കൂടി ചെന്ന് കഴിഞ്ഞപ്പം സാർ ഇങ്ങനെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പുറത്തേക്ക് നിൽക്കുക, മോളോട് കൂടുതലായിട്ട് ചോദിക്കണം എന്ന് പറഞ്ഞു. പിന്നെ എന്നെ ഉപദ്രവിക്കുമായിരുന്നു. അതായത് ആദ്യത്തെ ദിവസം മോളും അച്ഛനും അമ്മയും കൂടെ പോയി ഈ കാര്യങ്ങൾ സംസാരിക്കാൻ ചെന്ന ആദ്യത്തെ ദിവസം തന്നെ ഇയാൾ മോളെ ഉപദ്രവിച്ചു. എൻ്റെ ദേഹത്തേക്ക് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു മാറ്റി അടുത്തേക്ക് നിർത്തിയപ്പോൾ ഒക്കെ ചിലപ്പോൾ അറിയാതെ ആയിരിക്കും പ്രൈവറ്റ് പാർട്സിലൊക്കെ പിടിക്കുന്നത്, അറിയാതെ പറ്റിയതായിരിക്കും. പക്ഷേ പിന്നെ ഡ്രസ്സിനുള്ളിലൂടെ കൈയിടാൻ തുടങ്ങി. പിന്നെ എന്നോട് പറഞ്ഞു, ഇത് സൂര്യനെല്ലി കേസ് പോലെ ഒരു കേസായിട്ട് മാറും, നിൻ്റെ തന്ത അകത്തു പോകും, നീ സഹകരിച്ച് നിൽക്കണം, നിന്നില്ലെങ്കിൽ ഈ കേസ് വലിയ ഇതാവും, പിന്നെ ഈ ചോറ്റാനിക്കര പോലീസ് എഴുതി പിഴപ്പിച്ച് കളഞ്ഞൊരു FIR ആണ് നിൻ്റേത്, അപ്പോൾ നീ സഹകരിച്ചാൽ മാത്രമേ ഇത് തീരുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ എങ്ങനെ സഹകരിക്കണമെന്നാണ് സാർ പറയുന്നത്? അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പുറത്ത് ആരോടും പറയാൻ പാടില്ല, അങ്ങനെ നിന്നാൽ മാത്രമേ തീരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനും അമ്മയും പുറത്തായിരുന്നു ആ സമയത്ത്? മമ്മിയും ഡാഡിയും പുറത്തായിരുന്നു. അവർ പുറത്ത് നിൽക്കുന്ന സമയത്താണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പം ഞാൻ പുറത്തേക്ക് പോകാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, അവിടെ നിൻ്റെ തന്തയെന്നുള്ളതൊന്നും ഇല്ല, ആരും കാണത്തൊന്നുമില്ല, നീ ഇവിടെ നിന്നാൽ മതി, ഞാനൊന്ന് ചോദിക്കട്ടെ. എന്നിട്ട് പിന്നെ മൊത്തം ഉണ്ടാകുന്നത് ഇങ്ങനെ ദേഹത്ത് പിടിക്കുക, ബൈറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് എപ്പോഴാണ് അവർ തിരിച്ചു വരുന്നത് വരെ ഇത് തുടർന്നു? അവർ എൻ്റെ മിസ് ഒരു FIR അയച്ചു കൊടുക്കാനുണ്ടായിരുന്നു ആദ്യത്തെ കേസിൽ. അപ്പോൾ അത് എന്നോട് ചോദിക്കട്ടെ എന്നും പറഞ്ഞാൽ പാരൻസിനെ ഒഴിവാക്കി. എന്നിട്ട് അത് മിസ് അയക്കാനായിട്ട് കുറച്ച് സമയം എടുത്തു. അപ്പോൾ ആ സമയം മുഴുവൻ ഇയാൾ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ത്രെറ്റൻ ചെയ്യുക, അതായത് ഡാഡി അകത്ത് പോകും, നീ ഇതിനകത്ത് സഹകരിച്ചില്ലെങ്കിൽ നിൻ്റെ തന്ത അകത്ത് പോകും. അത് കഴിഞ്ഞപ്പോൾ അമ്മ വന്നു, പിന്നെ നിങ്ങൾ വീട്ടിലേക്ക് പോന്നു? അല്ല, ഞാൻ കരയുന്നുണ്ടായിരുന്നു മമ്മി കയറി വന്നപ്പോൾ. അപ്പം എന്താന്ന് ചോദിച്ചില്ലേ? അപ്പം സാറ് അങ്ങോട്ട് പറഞ്ഞു, അത് പഴയ കേസ് അവളെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്, അതാ കൊച്ചി ഇപ്പോഴും അതും പറഞ്ഞ് കരയുന്നത്, എവിടെയെങ്കിലും കൗൺസിലിങ്ങിന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അതിന് മുന്നേ എന്നോട് പറഞ്ഞു വെച്ചേക്കുന്നത്, തീരണമെങ്കിൽ ഇങ്ങനെയൊക്കെ നിൽക്കണം, ഇത് പുറത്ത് ആരോടും പറയാൻ പാടില്ല, ഞാൻ ഗവൺമെൻറ് പ്ലീഡറാണ്, ഗവൺമെൻറ് പ്ലീഡർ എന്ന് പറഞ്ഞാൽ വലിയ പൊസിഷൻ അറിയാമല്ലോ, എനിക്ക് ആ പൊസിഷൻ എന്തോ വലിയ സംഭവമാണെന്നറിയാം, അല്ലാതെ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ വലിയ ആളാണ്, ഞാൻ വിചാരിച്ച ഈ കേസ് വേറെ രീതിയിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞു. ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ച പ്രതി വാദിയാവും, വാദി പ്രതിയാവും എന്നോട് ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു. പിന്നെ പറഞ്ഞു, ചോറ്റാനിക്കര പോലീസിലുള്ളവർ എൻ്റെ ഫ്രണ്ട്സാണ്, അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റും, ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്യും. നിങ്ങൾ എന്ത് സഹായമാണ് മോളെ അവിടെ പുള്ളിയുടെ അടുത്ത് നിങ്ങൾ എന്ത് സഹായത്തിനാണ് ചെന്നത്? അതായത് ഈ പോലീസിനെ കൊണ്ട് ഈ കേസ് വേഗത്തിൽ എടുപ്പിക്കാനോ എന്തായിരുന്നു നിങ്ങൾ അവിടെ ചെന്നപ്പോൾ നിങ്ങൾ ചോദിച്ചത് എന്തായിരുന്നു? പുള്ളി ഏത് തരത്തിലുള്ള ഹെൽപ്പ് തരാന്നാ പറഞ്ഞത്? 6 കൊല്ലമായിട്ട് ഈ കേസ് തീർന്നില്ല, അപ്പം ഇത് തീർക്കണമല്ലോ, അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ സാർ പറഞ്ഞു ക്വാഷ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഈ ക്വാഷ് ചെയ്യാന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ മമ്മി ചോദിച്ചു, സാറേ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഈ കേസ് തീർക്കാം, ഒന്നും ഇല്ലാണ്ടാക്കി കളയാം. അങ്ങനെ ഞാൻ ചെയ്ത ഒരു കേസാണെന്നും പറഞ്ഞിട്ട് ഒരു കൗസർ എടപ്പകത്ത് സാറിന്റെ പേരുള്ള ഒരു പേപ്പർ എടുത്ത് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ പേരുള്ള ഒരു പേപ്പർ എടുത്ത് കാണിച്ചു. നിങ്ങൾ കാണിച്ചിട്ട് പറഞ്ഞു, ഇത് കണ്ടോ, ഇത് ഈ അടുത്ത് ഞാൻ ക്വാഷ് ചെയ്ത ഒരു കേസാ,
ഇങ്ങനെ നമുക്ക് ചെയ്യാം. അതായത് ഒരു സർക്കാർ പ്ലീഡർക്ക് കേസ് ക്വാഷ് ചെയ്യാൻ പറ്റുന്നതാണോ പുള്ളി നിങ്ങളെ പറഞ്ഞു വിശ്വസിച്ചു? ഞാൻ പുള്ളിയിലൂടെ ചെയ്ത ഒരു കേസാണ്. പിന്നെ എനിക്കൊരു വലിയ വക്കീലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവരും കൂടെ കൂടി ഇത് ചെയ്യാം, ഞാൻ തീർത്തു തരാം, അങ്കിള് തീർത്തു തരാം എന്ന് പറഞ്ഞു. എന്നിട്ട് മോൾ അന്ന് വീട്ടിൽ ചെന്നിട്ട് ഇത് അമ്മയോട് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടായില്ല? എന്തായിരുന്നു അത്? അല്ല, ഞാനിത് പറയാൻ വിചാരിക്കുമ്പോ എല്ലാം എൻ്റെ മനസ്സിൽ കൂടെ ഡാഡി അകത്ത് പോവും, ചേട്ടായിക്ക് പ്രശ്നമാവും, വീട്ടുകാർക്ക് വീണ്ടും 6 കൊല്ലമായിട്ട് കിടന്ന് കഷ്ടപ്പെടുക. ഇത് ഇങ്ങനെ തീരുന്നെങ്കിൽ എന്നാ തീരട്ടെ, ആരോടും ഒന്നും പറയണ്ട, പറഞ്ഞാൽ പ്രശ്നമാണല്ലോ. കാരണം ഇതിന് മേളിലേക്ക് ആരും ഇല്ല, ഞാനാണ് ഏറ്റവും വലിയ ആളെന്ന് പുള്ളിനോട് പറഞ്ഞു. ഞാൻ ഇനിയും ജഡ്ജി ആവാനിരിക്കുന്ന ആളാ. അപ്പം ഞാൻ വിചാരിച്ച ഇത് തീരും, നിസ്സാര സമയം കൊണ്ട് തീർത്തു തരാമെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് അന്ന് തന്നെ മോളുടെ നമ്പറൊക്കെ വാങ്ങിയല്ലേ? അന്ന് തന്നെ എൻ്റെ നമ്പർ വാങ്ങിച്ചായിരുന്നു. എന്നിട്ട് വാട്സപ്പിൽ ഹായ് അയച്ചിട്ട് പറഞ്ഞു. എപ്പോഴും വാട്സപ്പിൽ ചെക്ക് ചെയ്യാറില്ല, ഞാൻ ഹായ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അപ്പൊ തൊട്ടിട്ട് മോശം മെസ്സേജസ് വായിക്കാം, ഫോൺ വീഡിയോസ് അയക്കുന്നുണ്ട്. പിന്നെ ഇനിയും തൊട്ട് ഇങ്ങനെയൊക്കെ നടക്കണം, ഇനി നീ ഓഫീസിൽ വരുമ്പോൾ എനിക്ക് നിന്നെ ഇങ്ങനെ ചെയ്യണം, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം, അങ്ങനെയാ പറയുന്നത്. എന്നിട്ട് വീട്ടിലേക്ക് പിന്നെ രണ്ടാമത് ഇയാളുടെ ഭാഗത്തു നിന്ന് ഒരു മോശം രണ്ടാമത് പിന്നെ എന്നോട് പറയുന്നത് ഞാനൊരു പേപ്പർ തരും, അത് ഒപ്പിടണം, കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട, അത് നോട്ടറൈസ് ചെയ്യാനായിട്ട് ആൾ വരും എന്ന് പറഞ്ഞു. പക്ഷെ വന്നില്ല. ആരെയോ വിളിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു ഫോട്ടോ എടുത്തിടാം അവൾ ഒപ്പിടുന്നതിൻ്റെ. അത് പിന്നെ പറയുന്നു ജേക്കബ് സൈമൺ എന്ന് പറയുന്ന ഒരാളാണെന്ന് പറയുന്നുണ്ട്, ഒരു അഡ്വക്കേറ്റ്. അതായത് 2018 കേസിൽ കോടതിയിൽ സമർപ്പിക്കാനുള്ള അഫിഡവിറ്റ് അല്ലേ? ഒരു ബ്ലാങ്ക് പേപ്പറാണ്, ഒരു ബ്ലാങ്ക് പേപ്പറാണ്. അതിനകത്ത് എഴുതേണ്ടതൊക്കെ പിന്നെ എഴുതും. നീ ഒപ്പിട്ടാൽ മതി, കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട, നീ വലിയ മിടിക്കുകയെന്നറിയാം. എപ്പോഴും എന്നോട് അങ്ങനെ പറയും, നീ വലിയ മിടിക്കുക, നീ ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട, തരുന്നതിനകത്ത് ഒപ്പിട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിനകത്ത് ഒപ്പിട്ട് കൊടുത്തു. അതെന്താന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഒരു പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു. അത് ഗ്രീൻ കളറുള്ള പേപ്പറായിരുന്നു, മുദ്രപത്രം പോലത്തെ പേപ്പറായിരുന്നു. ശരി. പിന്നെ ഇയാൾ നിരന്തരം അപ്പം തന്നെ മെസ്സേജ് അയക്കാനൊക്കെ തുടങ്ങി. അതേസമയം വീട്ടുകാരോട് എങ്ങനെയാണ് ഇയാൾ സംസാരിക്കുന്നതൊക്കെ? അമ്മയുടെ അടുത്തോ അച്ഛൻ്റെ എന്ന് പറഞ്ഞാൽ അങ്കിളെ എൻ്റെ കേസ് തീർത്ത് തരണ്ടേ, എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല എന്നും പറഞ്ഞ് ഞാൻ അങ്കിളെന്ന് വിളിച്ച് സംസാരിച്ചു എന്നായിരുന്നു. ഞാൻ സാറെന്നേ വിളിച്ചിട്ടുള്ളൂ, ഞാൻ അല്ലാതെ അത്രയും അടുപ്പത്തിന് പോയിട്ടില്ല. പക്ഷെ പുള്ളി എൻ്റെ അടുത്ത് ഭയങ്കര അടുപ്പത്തിൽ, ഭാര്യയായിട്ട് ഒരു ഇതും ഇല്ല, അപ്പോൾ അത്രയും വർഷമായിട്ട് ഇല്ലാത്തതിൻ്റെ ഇതാണ് എൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ കാണിച്ചതെന്ന് പറഞ്ഞു. ഇതാരും അറിയാൻ പാടില്ല. ഭയങ്കര ചൈൽഡിഷ് ആയിട്ടാണ് പെരുമാറ്റമൊക്കെ അല്ലേ? ആ, അങ്ങനെയുള്ള സംസാരങ്ങളാണ്, ഒരു ടീനേജറിൻ്റെ രീതിയിലുള്ള സംസാരങ്ങളാണ്. പിന്നെ ഫോൺ വീഡിയോസ് അയച്ചു തന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയുക. അപ്പോഴൊക്കെയും അമ്മയോടും ഇയാൾ അതേസമയം സംസാരിക്കുന്നുണ്ടായിരുന്നില്ലേ? ആ, അമ്മയോട് എന്താ പറയുന്നേ? മമ്മിയെ വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ കേസിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ കേസ് ഒരു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, പോലീസുകാർ എഴുതി പഴപ്പിച്ച് കളഞ്ഞൊരു FIR ആണ്, തീരാൻ ഇച്ചിരി പാടാ ചേച്ചി, എന്നാലും ഞാൻ സഹായിക്കാം, എന്നെ കൊണ്ട് തീർക്കാൻ പറ്റും, നിങ്ങൾ വിഷമിക്കണ്ട, കൊച്ചിൻ്റെ കല്യാണം നടത്തണ്ടേ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാണ് ഇയാൾ വീണ്ടും മോളെ ഉപദ്രവിക്കാൻ നോക്കുന്നത്? എപ്പോഴാ? രണ്ടാമത് ഓഫീസിൽ ചെല്ലുമ്പോൾ, അത് 10-ാം തീയതിയാണ്. 10-ാം തീയതിയും പോയി ഓഫീസിൽ? 10-ാം തീയതിയാണ് പോയി. 10-ാം തീയതി ചെന്നപ്പോൾ ഡാഡിയെ ഇറക്കി വിട്ടു. അന്ന് ഡാഡി ഞാനും കൂടെയാണ് പോയി. ഡാഡിയെ ഇറക്കി വിട്ടിട്ട് എന്നോട് പറഞ്ഞു നീ ഇവിടെ നിൽക്ക്, കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്നിട്ട് ചോദിച്ചത് ഡാഡിയുടെയും മമ്മിയുടെയും പേര്, വിദ്യാഭ്യാസ യോഗ്യത, ബ്രദർ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ ചോദിച്ചു, എഴുതിയെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇതുപോലെ തന്നെ ഫിസിക്കലി അബ്യൂസ് ചെയ്ത് എൻ്റെ കാല് എന്നെ നിലത്തിട്ടിട്ട് എൻ്റെ കാല് ചവിട്ടി അകത്തി പിടിച്ചിട്ട് ഫോട്ടോ എടുത്തു. നിലത്ത് മോളെ വീഴ്ത്തിയിട്ടോ? അത് കഴിഞ്ഞിട്ട് ആ ദിവസം കഴിഞ്ഞു. അന്നും മോള് ഫിസിക്കലി ഹാംഡ് ആയിരുന്നു അല്ലേ? അന്ന് എൻ്റെ മുഖത്തൊക്കെ പാടുണ്ടായിരുന്നു, ഇവിടെ കടിച്ച പാടുണ്ടായിരുന്നു, പിന്നെ എൻ്റെ ബ്രസ്റ്റിൽ പാടുണ്ടായിരുന്നു, പിന്നെ വയറേലുണ്ടായിരുന്നു, പിന്നെ ദേഹത്തൊക്കെ നീര് വെച്ചു. വീട്ടിലപ്പോൾ ആരും ചോദിച്ചില്ലേ മുഖത്ത് പാടെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുരു പൊട്ടിച്ചാന്ന് പറഞ്ഞാൽ മതി. പിന്നെ എപ്പോഴാണ് ഇയാൾ വീട്ടിൽ വന്നിട്ട് മോളെ ഉപദ്രവിക്കുന്നത്? എപ്പോഴായിരുന്നു അത്? ഒക്ടോബർ 24-ാം തീയതി ഇങ്ങനെ മമ്മിയും ഡാഡിയും ചേട്ടനും ഒന്നും വീട്ടിലില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് എന്നോട് പറഞ്ഞു, അവര് എവിടെ ഉണ്ടെന്ന് ഞാൻ കണ്ടു, ഞാനിപ്പോൾ വീട്ടിലേക്ക് വരും, ഡോറ് തുറക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, വീട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു അതെന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മമ്മി കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്നാൽ ഒരു ഫോട്ടോ എടുത്ത് അയക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ നേരത്തെ മമ്മിയുടെ കൂടെ എടുത്ത ഫോട്ടോ ഉണ്ടായിരുന്നു, അത് അയച്ചു കൊടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു അതൊന്നും ഇല്ല, നിന്റെ തള്ള എവിടെയാണെന്ന് ഞാൻ കണ്ടു, ഇരിക്കുന്നത് കണ്ട, ജോലി ചെയ്യുന്ന സ്ഥലത്തുണ്ടെന്ന് ഞാൻ കണ്ടു, ഞാനിപ്പോൾ അങ്ങ് വരുവാന്ന് പറഞ്ഞു. അത് പറഞ്ഞ് അധികം നേരം ആവുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ വന്നു, ഒരു കാറിൽ വന്ന് ഇറങ്ങി. അപ്പം ഞാൻ ഡോറ് തുറന്നു. ഞാൻ എന്നിട്ട് എന്താ സാറേന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇയാൾ അകത്ത് കയറി പിന്നെ ഉപദ്രവിക്കുമായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് മോൾക്ക് വീട്ടിൽ പറയാനുള്ള ഒരു ധൈര്യം എങ്ങനെയാണ് വരുന്നത്? അതും കഴിഞ്ഞ്
പിന്നെ എനിക്ക് എന്നും ഇങ്ങനെ മെസ്സേജ് അയക്കും, ഫോൺ വീഡിയോസ് അയച്ചു തരും. ചേട്ടൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ എന്നോട് പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് വരാം, അവിടെ വെച്ച് ഇങ്ങനെ കാര്യം നടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ സാറേ അത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു വിസിറ്റേഴ്സ് പാസ് എടുത്ത് വയ്ക്ക്, ഞാൻ അവിടെ വരാം, കേസ് തീരണ്ടേന്ന് പറഞ്ഞു. എപ്പോഴും ഈ കേസിൻ്റെ കാര്യം പറയും, കേസ് തീരണമെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കണം. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാന്ന് മോൾക്ക് ഏതാണ്ട് മനസ്സിലായി എനിക്ക് മനസ്സിലായി. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു പേപ്പർ ഫസ്റ്റ് കേസിൻ്റെ ഇത് അതിനകത്ത് എഴുതി വെച്ചേക്കുന്ന മുഴുവൻ എന്നെ മോശമാക്കിക്കൊണ്ട്. അത് ഇയാളാണോ പ്രിപ്പയർ ചെയ്ത അഫിഡവിറ്റ്? അതെ, അത് അയച്ചു തന്നപ്പം എനിക്ക് ടെൻഷനായി. അപ്പം ഞാൻ വിളിച്ചു. കാരണം കുറേ ദിവസമായിട്ട് മമ്മിയുടെ ഡാഡി ഈ മൊഴി എന്താ പറയണ്ടേന്ന് ചോദിച്ച് കഴിഞ്ഞ കേസിലെ പോലീസുകാർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വിളിക്കുമ്പോൾ ഒന്നും എടുക്കുന്നില്ല. അപ്പം ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു അത് അമ്മയോട് സംസാരിച്ചിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞാൽ മതിയില്ലേ കേസ് തീരില്ല. അപ്പം ഞാൻ പറഞ്ഞു സാറേ നാളെ എനിക്കൊരു കല്യാണം നടക്കുമ്പം ഇത് പ്രശ്നമാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അന്നേരം പറഞ്ഞാൽ മതി, കേസ് തീർക്കാൻ വേണ്ടി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ മനസ്സിലായി ഏതാണ്ട് ഇത് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി മോളെ ഉപദ്രവിക്കാനുള്ള ഒരു വഴിയാണെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ് എന്നെ വാട്സപ്പ് കോൾ ചെയ്തിട്ട് പറഞ്ഞു നീ എന്നെ ഒഴിവാക്കുമല്ലായിരുന്നോ, ഹോസ്പിറ്റലിൽ പോയപ്പോൾ പല അവസരം ഉണ്ടായിരുന്നു, നീ എന്നെ വിളിച്ചില്ല, അപ്പം ഇനി നിന്റെ കേസ് ഇതുപോലെ എഴയും, നിന്റെ തന്നെന്നുള്ളയും പലതവണ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുക്കാതിരുന്നത് നീ സഹകരിക്കാഞ്ഞോണ്ടാ, അടുത്ത ആഴ്ചയിൽ നടന്നില്ലെങ്കിൽ നിന്റെ കേസ് ഇഴയും, ഇങ്ങനെയാ പറഞ്ഞത്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയും ഇതുപോലെ ഭീഷണിപ്പെടുത്തി കാര്യം നടക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി സാറേ സമ്മതിച്ചു, അടുത്ത ആഴ്ച കാണാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ മമ്മിയെ വിളിച്ചിട്ട് പറഞ്ഞു മമ്മി ഈ കേസ് ഇങ്ങനെയൊന്നും തീരൂല്ല, എന്നെ പിന്നെയും ഉപദ്രവിക്കാനുള്ള എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചിരുന്നു, കാര്യങ്ങൾ ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു. ഉപദ്രവിച്ചല്ലാണ്ട് നിങ്ങളോട് പൈസ വല്ലതും ഇയാള് വാങ്ങിയിരുന്നോ? 25,000 രൂപ വാങ്ങിച്ചായിരുന്നു. അത് ഈ നോട്ടറൈസ് ചെയ്യുന്നതിൻ്റെ ഫീസാണെന്നും പറഞ്ഞുകൊണ്ടാണ് അന്ന് വാങ്ങിച്ചത്. അത് എൻ്റെ വലിയ വക്കീലാണ് ചെയ്യുന്നത്, അപ്പം അവർക്ക് അത്രയെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞു. 25,000 ആണോ ചോദിച്ചത്? 50,000 ചോദിച്ചത്, ഞങ്ങൾ 25 കൊടുത്തു. അപ്പോൾ പറഞ്ഞാൽ ഇത് മതിയാവും എന്ന് പറഞ്ഞു. ഈ SP ഓഫീസിലെ പിന്നെ പരാതി കൊടുക്കുന്നുണ്ട് 28-ാം തീയതി അല്ലേ? ഈ പരാതി കൊടുക്കുമ്പോൾ PG മനു ഗവൺമെൻറ് പ്ലീഡറാണ്, എല്ലാവർക്കും അറിയുന്ന അഡ്വക്കേറ്റ് ആണ്. അപ്പോൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? നമ്മൾ പരാതിയും കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം അവർ അത് സ്വീകരിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ആളില്ല, സാറ് സ്ഥലത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുറേ വെയിറ്റ് ചെയ്യിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു വാട്സപ്പ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ലേഡി പോലീസ് വിളിക്കുമായിരുന്നു മമ്മിയുടെ ഫോണിൽ എന്താ കാര്യം എന്നും ചോദിച്ച്. പിന്നെ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയപ്പോഴാണല്ലോ അവിടുത്തെ ഡോക്ടർ ഇങ്ങനെ എന്നോട് പറയുക അയാൾ ഇത്രയും വലിയ പൊസിഷനിലിരിക്കുന്നതല്ലേ, അയാൾ എന്തിനായിരുന്നു ഇങ്ങനെ ചെയ്ത്, അയാളുടെ ജോലി പോയല്ലോ, പാടുകളൊന്നും കാണുന്നില്ല, എന്നെ എക്സാമിൻ ചെയ്തിട്ട് പറയാം. പക്ഷേ ശരിക്കും ബൈറ്റ് മാർക്ക് ഉണ്ടായിരുന്നു എൻ്റെ ദേഹത്ത്, പക്ഷെ അതൊന്നും അവർ എഴുതിയിട്ടില്ല. അവർ എന്നെ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് ഫോൺ വിളിച്ചിട്ട് മീൻ ഉണ്ടാക്കുന്ന കാര്യവും വീട്ടിൽ കറി വെക്കുന്ന കാര്യമൊക്കെ പറയുമായിരുന്നു ഞാൻ അവിടെ മെഡിക്കൽ എക്സാമിനേഷൻ ഇരിക്കുമ്പം. ഇത്രയും പവർഫുൾ ആയ ഒരാളാണ്, അയാൾക്കെതിരെ നടപടി എടുക്കാൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആദ്യം തൊട്ട് ഒരു വിമുഖത ഉണ്ടായിരുന്നു. ആദ്യം തൊട്ട്, അതായത് ഇയാൾ ഇത്രയും വലിയ ആളല്ലേ, നമുക്ക് അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സാധനം ആദ്യം തൊട്ട്. എൻ്റെ ഫോൺ പിടിച്ചു വാങ്ങിച്ചു. ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ആ സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചുകൊണ്ട് പോയി, തെളിവുകൾ എടുക്കാനാ, സിം ഉൾപ്പെടെ കൊണ്ടുപോയി. എനിക്കൊരു ഫോൺ എടുക്കാനുള്ള സമയം പോലും തന്നില്ല. എൻ്റെ കയ്യിൽ നിന്ന് എടുക്കേണ്ട എല്ലാം എടുത്തു. ഞാൻ മെൻ്റലി ഭയങ്കരമായിട്ട് വീക്കായിരുന്ന സമയത്തും സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നു, പല പോലീസുകാർ വരുന്നു, പല ചോദ്യങ്ങൾ ചോദിക്കുന്നു, എന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുകയും ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അതെ ഞാൻ കരഞ്ഞു വിളിച്ച ഓരോ ദിവസവും സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്. 64 ദിവസമായിട്ടോ അല്ലെങ്കിൽ അതിന്റെ മുന്നേ ഒരു 6 വർഷമായിട്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനും കോടതിയൊക്കെ പോകുമ്പോൾ മോൾക്ക് ഉണ്ടായിട്ടുള്ളതൊന്നും അത്ര നല്ല എക്സ്പീരിയൻസ് അല്ല. മോൾക്ക് എന്താ പറയാനല്ലേ? ഡിലേഡ് ആവുകയാണ്, ജസ്റ്റിസ് ഡിലേഡാ. അത് ഡിലേഡ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഡിനൈ ചെയ്യുന്ന പോലെ തന്നെയാണല്ലോ. എനിക്ക് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് ആരെങ്കിലും ഇനി ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായാൽ കംപ്ലൈൻറ്റ് കൊടുക്കില്ലെന്നേ ഞാൻ പറയുള്ളൂ. കാര്യം കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും വലിയ പൊസിഷനിലിരിക്കുന്ന ആളാണെങ്കിൽ അയാളെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഉണ്ടാവും, അയാൾക്ക് ഫേവർ ചെയ്യാനും ആൾക്കാരാണ്. പക്ഷേ നമ്മുടെ കാര്യങ്ങൾ എഴഞ്ഞേ നീങ്ങുള്ളൂ. എനിക്ക് അതുകൊണ്ട് മതിയായി. ഇത്രയും ദിവസങ്ങൾ കൊണ്ട് തന്നെ അനുഭവിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി ഇതെന്താവും എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഗതി ആർക്കും വരരുതെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റുമായിട്ട് വന്നത്. പക്ഷേ എൻ്റെ ഗതി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ടിരുന്ന മനു ഈ പെൺകുട്ടിയെ നിരന്തരം ഉപദ്രവിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് കുടുംബം പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ അമ്മയും നമ്മളോട് സംസാരിച്ചു. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പരാതിയായിട്ട് മുന്നോട്ട് പോവാം? മറ്റേ പരാതിയുടെ കാര്യത്തിൽ ദുരനുഭവം ഇഷ്ടം പോലെ ഉണ്ട്, എന്നിട്ടും
പരാതിയായിട്ട് മുന്നോട്ട് പോകാമെന്ന് തീരുമാനിക്കുന്ന ആ ഒരു സമയം എങ്ങനെയായിരുന്നു? എൻ്റെ മോളുടെ ജീവിതം അങ്ങേയറ്റം ഇനി എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ എനിക്ക് വന്നു. കാരണം മോൾ എന്നോട് പറയുന്നുണ്ട്, മമ്മി അയാൾ എഴയും എന്ന് എഴുന്നേരും പറയുന്നുണ്ട്, അയാൾക്ക് കോംപ്രമൈസ് ചെയ്യണമെന്ന് പറയുന്നു. നവംബർ 26 ഞായറാഴ്ച എന്നോട് പറയുന്നു, ഇനിയും പിന്നെ തീരുവല്ല മമ്മി, ഇയാൾ വീണ്ടും എന്നെ ഉപദ്രവിക്കാനാണുള്ള ഭാവം എന്നും പറഞ്ഞ് ഈ കാര്യങ്ങൾ എന്നോട് പറയുന്നു. അപ്പം ഞാൻ ഇവളുടെ ടീച്ചറിനെ വിളിച്ചിട്ടാണ് പറഞ്ഞത്, ഇന്നതുപോലെ കൊച്ചിനെ ഉപദ്രവിക്കുകയാണ്, അല്ല ഇവൻ ഇത് തീർക്കാനുള്ള പരിപാടിയല്ല എന്ന് പറയുന്നു. അങ്ങനെ ഞങ്ങൾ എന്നിട്ട് പിന്നെ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ SP ഓഫീസിൽ പോയി കേസ് കൊടുത്തു കഴിഞ്ഞിട്ട് 29-ാം തീയതിയാണെന്ന് തോന്നി രാവിലെ ഇയാൾ എന്നെ വിളിച്ചു കഴിഞ്ഞിട്ട് കുറേ ക്ഷമ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് തെറ്റ് പറ്റിയോ സാറേ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഇല്ലെന്ന് പറഞ്ഞു. പിന്നീട് ഇയാൾ 22 പ്രാവശ്യം അയാൾ എന്നോട് ക്ഷമ പറയുന്നുണ്ട്. ആ ഓഡിയോ ക്ലിപ്പ് നിങ്ങളുടെ കയ്യിൽ? എൻ്റെ കയ്യിലുണ്ട്, കയ്യിലുണ്ട്. ഞാൻ വക്കീലിനും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ തെറ്റുപറ്റി, അയാൾ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നാണ് പറയുന്നത്, എന്തും ചെയ്യാം എന്നാണ് അയാൾ എന്നോട് പറയുന്നത്. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട, ഇനി എല്ലാം നിയമത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്, ഇനിയും ചെയ്യാനുള്ളത് അവിടുന്ന് അവർ ചെയ്തോളും, നിയമം ഉണ്ടല്ലോ. ഞാനത് കോടതിയിൽ വിശ്വാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെങ്കിൽ എനിക്ക് എൻ്റെ ഈ 64 ദിവസത്തെ അനുഭവം വെച്ച് അത് തിരുത്തി പറയാൻ എനിക്കിപ്പോൾ തോന്നുന്നത്, അതിനൊരു തിരുത്ത് കൊടുക്കണമെന്ന് തോന്നുന്നു. കാരണം ഞാൻ പറയുക, കോടതിയെ ഞാൻ ബഹുമാനിക്കുന്നു, പക്ഷെങ്കിൽ എൻ്റെ അനുഭവമാണല്ലോ ഏറ്റവും വലിയ ഗുരു. അത് വെച്ച് എനിക്കിപ്പം തിരുത്തി പറയാൻ തന്നെയുള്ള തോന്നലാണ് ഉണ്ടാകുന്നത്. കാരണം 64 ദിവസം കൊണ്ട് ഒരു കുടുംബം എന്തുമാത്രം അനുഭവിച്ചു എന്നുള്ളത് വേറെ ആർക്കും മനസ്സിലാവില്ല. അതിൻ്റെ വ്യാപ്തി അനുഭവിക്കുന്നത് ഞങ്ങൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെയായി ഞാൻ ഈ പോലീസുകാരെ വിളിച്ച് ചോദിക്കുമ്പോഴും നല്ലൊരു ഇതല്ല കിട്ടുന്നത്. ഇയാൾക്ക് ഈ ജാമ്യം കൊടുക്കുന്നില്ല, കാര്യം ശരി. പക്ഷേ ഇയാൾക്കൊരു പ്രിവിലേജ് അല്ലേ, 10 ദിവസം വെച്ച് നീട്ടി കൊടുക്കുന്നു. DYSP വിളിക്കുമ്പോൾ, ചേച്ചി മാഡം ഇപ്പോൾ ആ 10 ദിവസം കിടക്കുമല്ലേ, അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ എൻ്റെ വക്കീലിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നോ ടു അറസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല, എപ്പം വേണേലും അറസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവരെന്നെ തെറ്റിദ്ധരിപ്പിക്കുവാണ്, അയ്യോ അയാൾ വന്ന് കീഴടങ്ങുകയെ രക്ഷയുള്ളൂ, നമുക്കിപ്പം പിടിക്കാൻ പറ്റില്ല, അങ്ങനെയാണ്. ഞാൻ വേറെ ഒരു വക്കീലുണ്ട്, അങ്ങേരോടും ചോദിക്കുമ്പോഴും പറയുന്നത് അത് റിസ്ക് ആണ് പോലീസുകാർക്കെന്നാണ്. എനിക്ക് മനസ്സിലായി ആ വക്കീലും കുറച്ചൊക്കെ സൈഡായിട്ടാണ് നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആ കാര്യം ഞാൻ പറയുകയും ചെയ്തു. ഇയാൾ സറണ്ടർ ചെയ്താലും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. ഞാനിപ്പം കൂടുതൽ പറയുന്നില്ല. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുക, അത് സമൂഹത്തിന് എങ്ങനെ എടുക്കാം. എൻ്റെ അനുഭവം വെച്ച് ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞെങ്കിൽ ഒരമ്മയും ഒരു മകളും ഒരു കംപ്ലൈൻറ്റിനും പോകരുത്, ഒരു പോലീസിൻ്റെ അടുത്തോ ഒരു വക്കീലിൻ്റെ അടുത്തോ ഒരു കംപ്ലൈൻറ്റിനും പോകരുത്. സ്പോട്ടിൽ തീർക്കാൻ പറ്റുന്ന പോലെ കിട്ടുവാണെങ്കിൽ ഇവനെ തീർത്ത് കളയുക, അതല്ലെങ്കിൽ മിണ്ടാതിരുന്നുകൊള്ളുക, അനുഭവിക്കുക. ഇത് മാത്രമാണ് നമ്മുടെ ഈ സമൂഹത്തിൻ്റെ, ഈ രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ എനിക്ക് മനസ്സിലാകുന്ന കാര്യം. ഒത്തിരി ബിൽക്കീസ് ബാനുമാരും കേസുകളും ഒക്കെ ശരിക്കും പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീ, അവളുടെ ഒരു മകള്, അവരനുഭവിക്കുന്നത് സമൂഹത്തിനോ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കും മനസ്സിലാകില്ല എന്തുമാത്രം അനുഭവിക്കുന്നു. 6 വർഷമായി ശരിക്കും ഉറങ്ങിയിട്ട്, 6 വർഷമായി ശരിക്കും മനസ്സ് കഴിഞ്ഞ് ഒരു ഭക്ഷണം വെച്ച് എൻ്റെ വീട്ടുകാർക്ക് കൊടുത്തിട്ട് ഞാനൊന്ന് ചിരിച്ചിട്ട് എൻ്റെ ബന്ധുക്കളോടൊന്ന് സംസാരിക്കാനായിട്ട് ഹൃദയം തുറന്ന് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല ആരോടും. ആ രീതിയിൽ ഞാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. എൻ്റെ മക്കളുടെ മുമ്പിൽ ഞാൻ ചിരിക്കും, ഹസ്ബൻഡിൻ്റെ മുമ്പിൽ ചിരിക്കും. പക്ഷേ എൻ്റെ ഉള്ളിലെ തീയെന്ന് പറയുന്നത് ഒരു മനുഷ്യരും മനസ്സിലാക്കുന്നില്ല. ഞാൻ ഇന്ന് വരെ ആരോടും തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷേ എന്തെങ്കിലും ഒരു നീതി ഈ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് എനിക്കും എൻ്റെ കുഞ്ഞിനും ഉണ്ടാകും എന്നുള്ള ഒറ്റ വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ ഇത്രയും ഇവിടെ പറയാനായിട്ട് തയ്യാറായത്. അതേസമയം ജഡ്ജിമാരുടെ പാനലിൽ ഉൾപ്പെട്ടിരുന്ന തനിക്കെതിരെ തൊഴിൽ മേഖലയിലെ അസൂയാലുക്കൾ കെട്ടിച്ചമച്ച കേസാണിതെന്നാണ് അഡ്വക്കേറ്റ് PG മനുവിന്റെ വാദം. സുപ്രീം കോടതി കൂടി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ അഡ്വക്കേറ്റ് PG മനുവിന് കീഴടങ്ങേണ്ടി വന്നെങ്കിലും മനുവിന്റെ സ്വാധീനം ഈ കേസിനെ ബാധിക്കുമെന്ന ആശങ്ക ഇപ്പോഴും ഈ പെൺകുട്ടിക്കും പെൺകുട്ടിയുടെ കുടുംബത്തിനുമുണ്ട്.